9 മാസമായാലും ഇത് പറയുന്നു. തേങ്ങ ഉടക്കി സ്വാമി എന്നേ പറയാനുള്ളൂ. മനസ്സിലായല്ലോ? അത് കുറെ കാലമല്ലോ പറയുന്നു. ആ കൃഷ്ണകുമാറിനെ എന്ന് നിങ്ങൾ പറയില്ലേ, അതിന് മുകളിലുള്ള കുറെ ആളുകളുടെ കാര്യം ഇവിടെ ഇരിക്കുന്നുണ്ട്. മനസ്സിലായി? കൃഷ്ണകുമാർ മാത്രമൊന്നുമല്ല. കൃഷ്ണകുമാറിനെതിരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, ബാക്കി കാര്യങ്ങൾ വരുമല്ലോ, പുറകെ വരുമല്ലോ, വെയിറ്റ് ചെയ്യും. അതൊക്കെ വന്നോളും. നമ്മളായിട്ട് പറയേണ്ട ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ പുറത്തു വരും. അതുകൊണ്ട് അദ്ദേഹം വലിയ പരിഭ്രാന്തിയിലാണ്. അദ്ദേഹവും സഹപ്രവർത്തകനും വലിയ പരിഭ്രാന്തിയിലാണെന്ന് എനിക്കറിയാം. ഇന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഒരു FIR പോലും വരുന്നതിന് മുമ്പ് നടപടി സ്വീകരിച്ചു. കോൺഗ്രസിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങളാണ്, വോട്ടർമാരാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള കമ്മിറ്റ്മെന്റ് കോൺഗ്രസ് പാലിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ സ്ത്രീ സമൂഹവും കേരളത്തിലെ പൊതുസമൂഹവും അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നിലപാടുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി സമാനമോ ഇതിലും ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും അദ്ദേഹം പരിശോധിക്കട്ടെ. അദ്ദേഹത്തിന്റെ തന്നെ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളും ഞാൻ ഒന്നും ആരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതല്ലെങ്കിൽ കേരളത്തിലുടനീളം ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ, അതിലൊക്കെ CPM സ്വീകരിച്ച നിലപാടെന്താണ്, ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടെന്താണ്? കോൺഗ്രസ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ പാരാമീറ്റർ ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിലെ സ്ത്രീ സമൂഹം അഭിനന്ദിക്കും, കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്.